ഇഷ്ടമല്ല, മരിച്ചു പോയാൽ മതി ഒറ്റ ആഗ്രഹമില്ലേ. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെയല്ലേ അല്ലേ? നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങനെയാണ്, തനിയെ തന്നെയാണ് അല്ലേ? ഗ്ലാസ് ഒന്ന് ഊരിക്കേ, എനിക്ക് ഈ കണ്ണടക്കേ അല്ല, പിന്നെ ചിരിക്കണ ആളെ എനിക്ക് കണ്ടാൽ മതി കേട്ടോ. എനിക്ക് കണ്ണടി വെച്ചേ. കരയുന്നതിലും ഇഷ്ടം ചിരിക്കാനാവണം. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് വല്ലാണ്ട് അങ്ങോട്ട് വേദനിച്ചു. പക്ഷെ നിങ്ങൾ ചിരിക്കണ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കൊല്ലം കണ്ടവനില്ല എന്റെ കാര്യം ഇപ്പൊ എനിക്കറിയണം. പറഞ്ഞ എന്താണ് കാര്യം അറിയോ? കൊല്ലം കണ്ടവനില്ല വേണ്ട. അപ്പൊ ഹാപ്പിയാണ്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? കേട്ടാ? അപ്പൊ ഇനി കരയോ? ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരിക്കൽ മാത്രം 1000 ജന്മാവും സ്വന്തമാക്കാൻ ആകെ പൊതിഞ്ഞു ഞാൻ നിന്നെ എന്നും. ആരാരും കാണാത്ത ദുഃഖവുമായി ആത്മാവ് എങ്ങോ പറന്നു പോയി. ഞാൻ ഉണ്ടാക്കിയതാ. ആരെ കുറിച്ചാണ്? എന്റെ കണ്ടുപിടിനെ കൊണ്ട്. ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. നേർത്ത കരച്ചിലൂടെ അല്ലാതെ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന നിരാലംബ ജന്മങ്ങൾ. ഏതൊക്കെ ആകാശം കീഴടക്കിയാലും അവരെ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന സിംഹാസനത്തിന് അടിത്തറയ്ക്ക് ഒരു ഉറപ്പും ഉണ്ടായിരിക്കില്ല കേട്ടോ. അഭയത്തെ പോലെയുള്ള ഇത്തരം ചില നനുത്ത ചിത്രങ്ങളാണ് ഭൂമിയിൽ സ്നേഹത്തിന്റെ ഉറവ് പറ്റിയിട്ടില്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നെന്നും ഉപേക്ഷിക്കുന്നവരുടെ ഹൃദയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് സമന്വയത്തിന്റെ പുത്തൻ അധ്യായം ആരംഭിക്കുന്നു. മൂർത്തി എന്തൂര്? തഞ്ചാവൂരാ? നിങ്ങൾ എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? കേരളത്തിൽ വന്ന് കൊറേ കാലമായി, കൊറേ ദിവസമായി. 23 வருஷமா இங்க இருக்க. இங்க ஏதாவது வேலை பண்ணி இருக்கா? தோட்டம் தொடி கலைக்க, வரம்பு கலைக்க, தோட்டம் தொடி கலைக்க, என்ன கைக்கோட்டு பண்ணி 7 மணிக்கு 7 மணிக்கு சொல்லிக்க. அப்ப உங்களுக்கு குடும்பம் இல்லையா? குடும்பம் இருந்துச்சு. எனக்கு அது ஒரு கொண்டாட்டி இல்லையா? கொண்டாட்டி இல்ல. கல்யாணமே കഴിച്ചിട്ടില്ല? கல்யாணம் കഴിച്ചു, கொண்டாட்டி இல்ல. குழந்தை ஒன்னும் இல்லையா? ஒரு ஆண் ஒரு பெண்ணு. அவ இப்ப எங்க இருக்க? பெண்ணு கல்யாணம் കഴിച്ചു விட்டு. குடும்பம் இருக்கா? குடும்பம் இருக்கு. அப்ப உங்களை அന്വേഷിക്കില്ലേ? അന്വേഷിക്കില്ല. അന്വേഷിക്കില്ല. കാരണം എന്താണ്, കൂട്ടുകാരനോട് 4 ആൾ കൂട്ടുകാരനോട് അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ വെള്ളം കുടിപ്പിച്ച് അങ്ങനെ വെള്ളം തന്നെ അടിക്കുമാ? ഓക്കെ. അപ്പൊ അന്ത നാളിലെ 23 വർഷം മുമ്പ് നിങ്ങൾ അങ്ങ എല്ലാം ഇട്ട് മനസ്സേ മടുത്തു പോയാച്ചു അല്ലേ? അല്ല, അപ്പൊ നിങ്ങള് എന്താണെങ്കിലും ആരെയും ആശ്രയിക്കാതെ പണിയെടുത്ത് ജീവിച്ചു അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? കടവുള്ള ആരോഗ്യം തരണ വരേക്കും നമ്മൾ പണിയെടുത്ത് ജീവിക്കണം അല്ലേ? ചേർത്ത് പിടിക്കലുകളും സ്നേഹവും ധാരാളം കിട്ടേണ്ട ഈ ജീവിത സായന്തനത്തിൽ അനാഥമാക്കപ്പെടുന്ന നിരവധി നിരാലംബ വാർദ്ധക്യത്തിന് താങ്ങും തണലുമായ ഒരിടത്താണ് ഞാനിപ്പോൾ. ഷൊർണൂരിനടുത്ത് കുളപ്പുള്ളിയിലുള്ള അഭയം വയോജന സംരക്ഷണ കേന്ദ്രം. പേര് പോലെ തന്നെ ചിറക് പൂട്ടുവാൻ ഒരു കൂടിന്റെ ഓർമ്മ പോലും ഇല്ലാതെ പാവപ്പെട്ട കിളികൾ ചേക്കേറിയ ഒരിടം. നിർധനരും അനാഥരുമായ 30ഓളം പേർ നിലവിൽ അന്തേവാസികളായിട്ടുണ്ട്. വാർദ്ധക്യം മനസ്സിലും തലച്ചോറിലും ശരീരത്തിലും ചെലുത്തുന്ന മാറ്റങ്ങൾ. ഒരു കാലത്ത് നമ്മളെ കൈപിടിച്ച് നടത്തിയവരെ നാം കൈപിടിച്ച് നടത്തേണ്ട കാലമാണ് വാർദ്ധക്യം. ചാക്കിൽ കെട്ടി പൂച്ചക്കുട്ടികളെ നാടുകടത്തുന്ന പോലെ എളുപ്പം കൊണ്ട് കളയാൻ പറ്റുന്നതല്ല മാതാപിതാക്കളുമായിട്ടുള്ള മക്കളുടെ ബന്ധം. ഇവിടുത്തെ പാട്ടുകാരിയാണ്. പാട്ട് പാടാൻ പറയരുത്, ഞാൻ പാടും. ആളോട് ചോദിക്ക്, ഞാൻ പാടും. ഇവിടെ കുത്തണേ മുടി ഉണങ്ങിയതല്ലേ അല്ലേ? പാട്ട് കേട്ടമ്മ. ഇവിടുത്തെ കുറുമ്പത്തിയാണ്. ആണോ? ഇന്നേക്കാളും കുറുമ്പത്തിയങ്ങള് നമുക്ക് മത്സരിച്ച് നോക്കിയാലോ? കൊടുത്ത് മാന്തി വാങ്ങാൻ പറയും. ആണോ? അപ്പൊ അമ്മയുടെ പേരെന്താ? കുറുമ്പി കല്യാണി എന്നാ? അപ്പൊ അമ്മ ഇവിടെ പേരെന്താ? കോമളം. ആള് കുറച്ച് മോളേനാക്കി പേര് മാറ്റാൻ നോക്കിട്ട്. അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ ആസ്ഥാന ഗായിക എല്ലാരും പറയുന്നത് അല്ലേ? ഞാൻ പറയും മുടി 2 സൈഡും മടങ്ങിടും കോമളമ്മ. സൈക്കിളിന്റെ പിന്നിൽ മൂപ്പരുടെ പിന്നിൽ പോകും. 2 സൈഡും മുടി മടങ്ങിട്ട് സൈക്കിളിന്റെ പിന്നിൽ ഭർത്താവത്ത് ഇത്രയും. എവിടം വരെ പോവായിരുന്നു?
നമുക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ പോയി. തോന്നിയ സ്ഥലത്ത്. അപ്പൊ നിങ്ങൾ ഈ കറങ്ങി നടക്കുന്നവരായിരുന്നു? ഇന്ത്യ രാജ്യം മുഴുവൻ കണ്ടിട്ടുണ്ട്. സത്യമാണോ? അപ്പൊ നിങ്ങളെ യാത്രകളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ആൾക്ക് എന്തായിരുന്നു പണി? ബസ്സായിരുന്നു, ഗവൺമെന്റ് ബസ്സിലായിരുന്നു. ഓക്കെ. എന്നിട്ട് അപ്പൊ മക്കളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യാൻ പോകും. അങ്ങനെ പോയ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് കണ്ടിട്ടുണ്ട്. താജ്മഹൽ പോയിണ്ടോ? ആള് കുറച്ച് നേരത്തെ പോയി, അല്ലെങ്കിൽ ഇപ്പൊ കോമളവല്ലിക്ക് വേണ്ടി ഇവിടെ വലിയൊരു സൗദം ഉണ്ടാക്കിയേനെ അല്ലേ? തന്തപ്പടിന്ന് സ്നേഹം മൂത്ത് വിളിക്കണാണ് അല്ലേ? അതൊരു ഭയങ്കര വ്യത്യാസം കണ്ട നിസു. നമ്മള് സ്വീറ്റ് ഹേർട്ട് ഹണി എന്നൊക്കെ വിളിക്കുന്നതിന് പകരം മനസ്സും ശരീരവും ചേർത്ത് വെച്ചത് കണ്ട വിട്ടുപോയിട്ടും കൂടെ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തന്തപ്പടിയും തള്ളപ്പടിയും ആണ് അല്ലേ? മുടിനാരുകൾ വെള്ളിക്കസം അണിഞ്ഞു തുടങ്ങുമ്പോൾ അത് ജീവിതത്തിന് കാതിൽ വെക്കുന്ന ഘട്ടമാണെന്ന് തിരിച്ചറിയാതെ നമുക്കത് ബാധ്യതയാണെന്ന് കാണുന്നവരുടെ എണ്ണം ഏറി വരികയാണ് അല്ലെ? ജീവിതത്തിന്റെ വസന്തമെല്ലാം കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒടുവിൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. വർത്തമാന കാലഘട്ടത്തിന്റെ നേർക്കാഴ്ചകളിൽ ഒന്നാണത്. അണുകുടുംബത്തിലേക്ക് എല്ലാവരും ചുരുങ്ങിയപ്പോ വാർദ്ധക്യം ഒരു ശാപമായി കാണാൻ തുടങ്ങി. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല, അവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്. അവരുടെ സമ്മതമില്ലാതെ നമ്മൾ അവരെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിക്കണത്? നമ്മൾ അവരെ നോക്കി വളർത്തുന്ന പോലെ നമുക്ക് വയസ്സാവുമ്പോ അവര് നമ്മളെ നോക്കണം. അത് നമ്മളുടെ നിർബന്ധമാണ് അല്ലേ? അത് അങ്ങനെ നോക്കിയാൽ അത് നമ്മളുടെ ഭാഗ്യം, അവരുടെ നല്ല മനസ്സ്. അപ്പൊ എന്റെ മക്കൾക്കും അത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഒരു കാലം, അതെ, കലികാലം എന്നൊക്കെ പറയാ. അപ്പൊ എല്ലാവരും അങ്ങനെയല്ല അമ്മ, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ആദ്യം മുതലേ നമ്മുടെ മക്കളെ അവരുടെ സമ്മതം ഇല്ലാതെ നമ്മൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി അവരെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അല്ലേ? പിന്നെ അവർക്ക് ഇത് തന്നെയാണ് ഉത്തരവാദിത്വം എന്ന് നമുക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ പേരൻസിനെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സ്നേഹിക്കുന്നത് കണ്ട സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തമാണെങ്കിൽ അവരത് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ഭാഗ്യക്കേട്. എന്നാ പാടേ ഇത് ഇരിക്കുമ്പോൾ ഓർമ്മകളെ തൊട്ടുണർത്തും ഞാൻ. നാട്ടാരറിയില്ല, വീട്ടാരറിയില്ല, നാക്കിൻ തുമ്പത്തെ വാക്കുകൾ. ബാക്കി പാടില്ല. പോയെന്റെ അമ്മേ, ആകാത്തതെന്തെല്ലാമോ ആരെ പഴിച്ചിടുവാൻ ഇനി ആത്മാക്കൾ തമ്മിൽ കാണാം. തേടുന്നു നിന്നെ കണ്ണുകൾ രണ്ടും, ഓർക്കുന്നു നിന്നെ എൻ്റെ ആത്മാവ് എന്നും. അപ്പൊ പോയ ഓർമ്മകളൊക്കെ ഉണ്ട്, എഴുതിയ കവിതകൾ ഓർമ്മയുണ്ട്. നിങ്ങളുടെ തന്തപ്പടി നിങ്ങളെ ഇപ്പോഴും അവിടെ നിന്ന് തള്ളപ്പടീനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഓർമ്മയുണ്ടോ? ഒരു ആഗ്രഹമുണ്ടോ? ഇന്നതും കൂടെ എനിക്ക് ചെയ്യണം, എവിടെയെങ്കിലും പോണെന്ന്? എല്ലാരും കൊണ്ടുപോയി. എന്നാലും എവിടെയെങ്കിലും പോണെന്നൊരു ആഗ്രഹം? ഒറ്റയ്ക്ക് പോണ ഇഷ്ടമല്ല, മരിച്ചു പോയാൽ മതി എന്നൊരു ഒറ്റ ആഗ്രഹമില്ല. അപ്പൊ എന്താ പേരെന്താ? കൃഷ്ണനാ? എവിടെയാ വീട്? എവിടെയാ? എടപ്പാണ് അല്ലേ? എന്തായിരുന്നു പണി? എന്തായിരുന്നു? കുക്കായിരുന്നു. എത്ര വർഷം കുക്കായിരുന്നു? ഓർമ്മയുണ്ടോ? 40 വർഷം അല്ലേ? അപ്പൊ ഒരുപാട് പേർക്ക് അന്നം കൊടുത്തില്ലേ അല്ലേ? അതൊരു സന്തോഷമല്ലേ അല്ലേ? അതിന്റെ എന്നും നമ്മളെ ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് അറിയുമോ? വിശന്ന് ഇരിക്കുന്നവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വെച്ച് വിളമ്പുകയാണ്. പിന്നെ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെയോ, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെയല്ലേ അല്ലേ? നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങനെയാണ്, തനിയെ തന്നെയാണ് അല്ലേ? ആരും ഇല്ല എന്നുള്ള തോന്നല് വേണ്ട കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒന്ന് ചിരിച്ചേ. അത് പറ്റൂല, നന്നായിട്ട് ചിരിക്കണം. കണ്ട കരയുന്നതിലും ഇഷ്ടം ചിരിക്കാനാവണം. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ എന്റെ ചങ്ക് വല്ലാണ്ട് അങ്ങോട്ട് വേനിച്ചു. പക്ഷെ നിങ്ങൾ ചിരിക്കണ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഷുഗർ ഉണ്ടോ? സാരില്ല. അപ്പൊ മധുരമൊക്കെ കഴിക്കലുണ്ടപ്പോ കുറച്ച് ഞാൻ ഒരു ചെറിയ കേക്ക് കൊണ്ടുവന്നുണ്ട്, അതിൻ്റെ ഒരു പീസ് കഴിക്കാട്ടാ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങള് ഷുഗർ കൂടുമൊന്നുമില്ല. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെയൊക്കെ മനസ്സിലോർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയ പീസ് കഴിക്കല്ലേ?
ആ പിന്നല്ലാണ്ട് ടീച്ചർ കേക്കണ്ട കേട്ടാ. ടീച്ചർ കേട്ടാ ഇപ്പൊ എന്നെ ശരിയാക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം എന്നൊരു തോന്നലുണ്ടാ? നമുക്ക് തോന്നും പിടിച്ചു നോക്കിയാലോ? ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഒന്ന് പിടിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ട്? എപ്പോഴാ സ്ട്രോക്ക് വന്നത്? 12 വർഷം. നല്ല അടി ഉണ്ടായിരുന്ന? ഇപ്പൊ തോന്നല്ലേ വേണ്ടായിരുന്നു? എല്ലാരും എല്ലാം അടിച്ചു പൊളിച്ച് സംസാരിക്കും. നിങ്ങളൊരു മൂലക്ക് ഇരുന്നില്ലേ? വീടുകളിലാണോ പണിതുണ്ടായിരുന്നത്? ആണ് അല്ലേ? ഇപ്പൊ അതിന് ആളുകളും മരത്തിന്റെ പണികളൊക്കെ കുറവാണ് അല്ലേ? അപ്പൊ നേരത്തെ പണി നിർത്തി നന്നായിന്ന്. നമുക്ക് ഇവർക്ക് പണി കൊടുക്കാം അല്ലേ? ബാക്കി അപ്പൊ ഹാപ്പിയാണ്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? ആരാരും ഇല്ലാത്തവർക്ക് അഭയ ഒരു തണലാണ്, ഏറ്റവും സുരക്ഷിതമായ ഒരിടം. പക്ഷെ എല്ലാവരും ഉണ്ടായിട്ടും ഇവിടെ എത്തപ്പെടുന്നവരുടെ കണ്ണുനീർ തോരുന്നേയില്ല. ഉതിർന്നു വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും പൊള്ളിക്കുകയാണ്. നമ്മെ ഓർത്ത് ഓരോ നിമിഷവും ഉരുകുന്ന ഉള്ളുകൾ എത്ര പേർ കണ്ടിട്ടുണ്ട്? ജീവിച്ച ഓരോ നിമിഷവും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിക്കാൻ മറന്നുപോയ ജന്മങ്ങളെ എത്ര പേർ കണ്ടിട്ടുണ്ട്? ഇല്ലെങ്കിൽ ഒന്ന് ഹൃദയം കൊണ്ട് നോക്കി നോക്കും. നാട്ടാരും ചെല്ലണ് കാടാണ് കരണ്ടിരുന്ന് കൊടും